സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഒരുപാട് മാർക്കറ്റുകളുണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന. അതിൽപ്പെട്ട വൺ ഓഫ് ദ മാർക്കറ്റുകളിലൊന്നാണ് ഈ കാണുന്ന ഇപ്പോൾ നമ്മളുള്ള സരോജിനി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ കിടക്കുന്നത് സരോജിനി നഗർ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. ഇത് 200 രൂപ, അതുപോലെ 100 രൂപ, 100 രൂപ. സെറ്റല്ലേ? ഒരു ബാക്കിയുടെ ഓക്കെ. നമ്മൾ വന്ന ഫാമിലി ഇവിടെ ഉണ്ട്. കുട്ടിമാനക്കാക്ക ഫാമിലി, കുട്ടിമാനക്കാൻ്റെ BB ഓഡിറ്റോറിയം പഞ്ചമി അനക്സ്. ആ അനക്സാണത്. അനക്സ് ആണ് ഒറ്റ ആൺകുട്ടി. അതുപോലെ 5 പെൺകുട്ടികളാണ്. കുട്ടിമാങ്ക 2 വാക്ക് സംസാരിക്കും മാർക്കറ്റിനെ കുറിച്ച്. മാർക്കറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നടക്കാൻ കഴിയാത്ത അത്രയും തിരക്കാണ്. ഒരുപാട് ജനങ്ങളിലെ പോപ്പുലേഷൻ്റെ സംഭവം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ്. സാധനങ്ങളും വില കുറവുണ്ട് തോന്നുന്നുണ്ട്. നന്നായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് കണ്ടു മാത്രം. അതായത് നമ്മളിങ്ങനെ ഇപ്പോൾ പുറത്തുള്ള ഇവരൊക്കെ ബഹ്റൈൻ ബേസ്ഡ് ആളുകളാണ്. അവിടുന്ന് വരുമ്പോൾ ഇവിടെയുള്ള മാർക്കറ്റുകളുടെ ഒരു കമ്പാരിറ്റീവ് സംഭവങ്ങൾ. ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വന്നിട്ട് ഇവിടുന്ന് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒറ്റക്കൊന്നും വരാതിരിക്കുക മാക്സിമം. ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരെയും കൂട്ടി വരിക, അല്ലെങ്കിൽ പെടും. 100ക്ക് 101% പെടും. ഇത് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല, ഇത് റിയാലിറ്റിയാണ്. അതേപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകളിവിടെ ഉണ്ട്. പ്രൊഡക്റ്റുകൾ ഇൻ ദ സെൻസ് 100 രൂപ, 200 രൂപ, 50 രൂപ, 30 രൂപ, അങ്ങനെ പല ജാതി. 200 രൂപേൻ്റെ ടീഷർട്ടുകൾ, ലേഡീസിൻ്റെ ഒരുപാട് വേഴ്സ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഭയ്യാക്കിതിനാ ഇത് 500 രൂപ ലേഡീസിൻ്റെ ടൈറ്റർ. പിന്നെ ഇതിൻ്റെ നാട്ടിൽ റേറ്റ് എനിക്ക് അറിയില്ല കേട്ടോ, അതേപോലെ. പിന്നെ നല്ല വിവിധ തരത്തിലുള്ള ബ്രേസറുകൾ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് അംഗീകായിട്ടുള്ള മലയാളികൾ. ഒരു തലക്ക് ഒരുപാട് ആളുകൾ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വെറും വായി നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അല്ലാത്ത സാധനങ്ങൾ സീരിയസ് ആയിട്ട് നോക്കാൻ വരുന്ന മറ്റു പലർ. സാധനങ്ങൾ വാങ്ങിയിട്ടും തികയാത്ത ലേഡീസ്. അതാണ് ആ ഒരു പറഞ്ഞ ഇതായിരിക്കും അല്ലേ. ഭർത്താക്കന്മാരൊരു ഭാഗത്തിരിക്കുന്നു, ലേഡീസൊക്കെ ഒരു ഭാഗത്തിരിക്കുന്നു. ലേഡീസിനെ കാണാനല്ല, കുട്ടികളെ ഏൽപ്പിച്ചാണ് പോകും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 200 രൂപേൻ്റെ സാധനങ്ങൾ 250. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എങ്കിൽ, അറിയുമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ 30 രൂപേൻ്റെ സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ റേറ്റ് എത്ര? 30 രൂപ, 20 രൂപ. നാട്ടിലത്തെ റേറ്റ് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ. ഓക്കെ ഭയ്യ, ഹായ് ബോലോ. ഭയ്യ ഹായ്. അവയ്ക്ക് കച്ചവടം നടന്നില്ല, അവൻ വലിയൊരു മൈൻഡ് ചെയ്യണില്ല. സോ സംഭവം അത്യാവശ്യം നല്ല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ ഒരുപാട് കാർഗോസ് പാൻറ്റുകൾ സംഭവങ്ങൾ. അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ഷൂ കാര്യങ്ങളുണ്ട്. ഷൂകൾക്ക് ഭയ്യ ഇതിനാ 2000 റുപ്യക്ക് ഇവിടെ നല്ല ബ്രാൻഡ് കിട്ടും. 2000. അതായത് ഇങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മളിങ്ങനെ പിടിക്കോ, ഇങ്ങനെ പിടിച്ചു പോരോ, ഞങ്ങൾ സംസാരിച്ച് പോവാം. അതായത് 2000 രൂപ, 3000 രൂപ ഒക്കെ പറയും നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ. അത്രയൊന്നുമില്ല എൻ്റെ റേറ്റ്. എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തോ. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല സ്കേർട്ടുകൾ. പിന്നെ ഈ കയ്യിലുള്ള സാധനം എന്താ അറിയോ, ഇതൊരു 200 റുപ്യൻ്റെ ഷർട്ടാണ്. ഷർട്ട് ചുറ്റുമ്പോൾ കാണാം. ഓക്കെ, സംഭവം അവിടെ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ വാങ്ങിയത്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നല്ല റെയർ പ്രൈസുകൾ നമുക്ക് കിട്ടും. പക്ഷേ ചെയ്യണമെന്ന് അറിയാം, ഇവർ പല കടകളിലും ഇവരത് നമ്മൾ ഇട്ട് നോക്കാൻ അയക്കില്ല. അപ്പോൾ അത് നമുക്ക് റിസ്ക്കാണ്. കാരണം നമ്മളത് പിന്നീട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര പെടും. ഇത് ഇങ്ങനത്തെ സാധനത്തിന് 350. भैया कितना कम नहीं होगा? थोड़ा कम करो. कितने पीस लेने? नहीं मैं पूछ रहा हूँ.
ഇത് 350 വാപ്പസ് ആയേക്കാം. അതാ ചെയ്യേണ്ടത് കേട്ടോ. പറ്റില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ വരുമെന്ന് പറയാം. പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ ഒരു നമ്മളോട് എന്ത് ചെയ്യും, ആദ്യം അങ്ങോട്ട് പറയും. പോലെ അങ്ങോട്ട് പോവാ, വാങ്ങണ്ടോ ഉണ്ട്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയാണ്. ഇത് ഒരു 300 രൂപ 350 രൂപ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങി. ഓക്കെ, അത് വലിയ സംഭവമൊന്നുമല്ല. കാരണം ഈ ആളുകളെ എന്നാണോ ഇത് കണ്ടോ, ഏകദിനാ 20 രൂപ, ഒന്നിന് 20 രൂപ. അങ്ങനത്തെ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനത്തെ ഒന്നും എടുത്തോണ്ട് ഞാൻ ഇതിൻ്റെ സജഷനാണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന സമയത്ത് വിൻ്റർ അല്ലെങ്കിൽ ഈ രീതിയിലുണ്ടോ ടാൻ അടിച്ചിട്ടുണ്ടോ, നല്ലോണം ടാൻ അടിക്കും. കളറിലൊന്നും കാര്യമില്ല. പക്ഷേ പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. ഇതൊന്നും കൗതുകത്തിൻ്റെ പുറത്ത് ഓരോ സാധനങ്ങളാണ്. നല്ല സമൂസ കാലം എന്ന് പറഞ്ഞാൽ സമൂസ തിന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ കുറേ കാർഗോസ് സംഭവങ്ങളുണ്ട്. അല്ല കൈ പോണു. പിന്നെ 20 രൂപ. ഇത് സോക്സ്, ഇങ്ങനത്തെ സോക്സുകൾ 20 രൂപ ഒന്നിന്. വീഡിയോ മേർക്ക് നീ ചെയ്യേ, അയാളെ ഊക്കിയതല്ലോ ഞാൻ വീഡിയോ ഇത് കാണിച്ചെന്നാണ്. ഇനി ഇങ്ങനത്തെ ടൈപ്പാണ്. കാലം വരികയാണ് സുഹൃത്തുക്കളെ, തണുപ്പിൻ്റെ കാലം. അപ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡ്രസ്സാണ്. സോറി ആരൊക്കെ നമ്മൾ തെറ്റ് പറ്റിയ അപ്പോൾ സോറി വരാം. ഓക്കെ, അങ്ങനത്തെ ബാഗുകൾക്ക് 50 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. കുഴപ്പമില്ലാത്ത വെളുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ, ഒരു 200 രൂപ വരിക, 100 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനത്തെ വാച്ചിന് ഇത് എത്തിനാ 450 രൂപ. ഇത് 100 രൂപയ്ക്ക് വാങ്ങണോ. मेरे को 2 पीस चाहिए, 100 रुपये का मिलेगा एक पीस? ठीक वो ठीक बात. अरे ये एंडलोपस है भाई मेरे पास नहीं ये कितना लास्ट बोलो. फाइनल बोल रहे हो, 100 रुपया दे रहे हो, 2 पीस चाहिए, 200 रुपये दे दूँगा. फिर नहीं സോറി ഇനി ഒപ്പം ബാക്ക് ഇങ്ങനെ വരും. ഓൻ ഞാൻ അടുത്ത റേറ്റ് വേണമെങ്കിൽ വേണ്ടോ വന്നു. അനസ് എന്താ പേരെന്താ, ഏതോ ആനസാണ്. പാക്കേജ് വരുമ്പോൾ നമുക്ക് പറയാം ആനസാണ് ഇപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനമുണ്ട്. ഇവിടുത്തെ ഡൂസും ഡോൺസും പ്രത്യേകം പോക്കറ്റടി സാധനങ്ങൾ സൂക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വമ്പിച്ച മാർക്കറ്റുകളുണ്ട്. നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് ടയർഡായിട്ടുണ്ട്. പിന്നെ ജീൻസുകളൊക്കെ കേട്ടോ. അതായത് ഇപ്പോൾ ഈ സരോജിനി മാർക്കറ്റിൽ അടിപൊളിയായിട്ടുള്ള മാർക്കറ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കരോൾ ബാഗിൽ പോയി കഴിഞ്ഞാലും ഇതേപോലത്തെ സാധനങ്ങൾ. ഓരോ മാർക്കറ്റുകൾ ഓരോ പോലെയാണ്. ഇപ്പോൾ ഷൂ കാര്യങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കരോൾ ബാഗിൽ പോവാം, ലജ്പത്ത് നഗർ മാർക്കറ്റിൽ പോവാം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ലേഡീസിൻ്റെ ഐറ്റംസ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ആദ്യം എന്ത് ചെയ്യുക, മാർക്കറ്റിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, എന്നിട്ട് വാങ്ങാൻ പോവാം. കാണുന്ന സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് അപ്പുറത്ത് ഇപ്പോൾ നമ്മളിപ്പം 10 ആൾക്കാരുണ്ടെങ്കിൽ 10ാമത്തെ ആൾ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കുറവായിട്ട് കിട്ടും. കാരണം 10ാമതാണ് വാങ്ങുന്നതെങ്കിൽ, മനസ്സിലായോ, ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വാങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനി കാണാം.